രേണുവിൻ്റെ മുഖത്ത് നോക്കി അനു അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്ന കുറച്ച് മത്സരാർത്ഥികൾ. അവരോട് സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം മാത്രമേ പോകുന്നുള്ളൂ. രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ രേണു പലപ്പോഴേ കുളിക്കാറുള്ളൂ, തല നനയ്ക്കാറുള്ളൂ. രേണുവിൻ്റെ മുടി കൂടി പേന് വരുന്നുണ്ട്, അതുപോലെ തന്നെ മുടി ഒരു കോണിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അനു തുറന്നു പറഞ്ഞത്. അത് അവിടുത്തെ മത്സരാർത്ഥികൾ പലരും അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഗ്രൂപ്പിലും അതുപോലെ പരദൂഷണ കമ്മിറ്റിയിലും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് അനു മുഖത്ത് നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ അനു ചെയ്തതില്ലേ നല്ല കാര്യം. ഒന്നുമില്ലെങ്കിൽ ഈ പരദൂഷണം പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയാം, ആരെപ്പറ്റിയാണ് പരദൂഷണം പറയുന്നത് അവരത് അറിയുന്നില്ല എന്നുള്ള, അവർക്ക് തിരുത്താനുള്ള അവസരമില്ല. പക്ഷേ അനു കൃത്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണമെങ്കിൽ നാളെ തൊട്ട് ഇത് തിരുത്താനുള്ള അവസരമാണ്. അപ്പോൾ അവരോട് ചെയ്ത നല്ല കാര്യമാണ് അനു ചെയ്തത്. അപ്പോൾ അനുവിനെ വിമർശിക്കാൻ വരുന്നവർ അത് വിശ്വസിക്കുക. കാരണം ഇന്നലെ ലൈവിലൊക്കെ നമ്മൾ സ്ഥിരം കണ്ടു, ഫരികയും അതുപോലെ അക്ബറും ഒക്കെ ഇരുന്ന് രേണുവിൻ്റെ കാര്യം പറയുന്നു. അത് അഭിനയിച്ച് കാണിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊന്നുമല്ല രേണു പറഞ്ഞത്, നേരെ ചൊവ്വേ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അതിന് തൻ്റെ ഇടം തന്നെ വേണം. അത് അനു കാണിച്ചു എന്നുള്ളതാണ്. രേണുവിൻ്റെ പിന്നെ സ്ഥിരം ഒരു പരിപാടിയുണ്ട്. രേണു ഇങ്ങനെയൊന്നും പറ്റത്തില്ലെങ്കിൽ രേണു ഈ ഷോയ്ക്ക് വരരുതായി. കാരണം ഈ ടാസ്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ബിഗ് ബോസിന് അറിയാം ഈ ടാസ്കിൽ വൃത്തിയില്ലായ്മയും വൃത്തിയും ആണ് പറയുന്നത്. അത് ഒരാളുടെ പേരും എടുത്ത് പറഞ്ഞേ പറ്റൂ. ഒരാളുടെ പേര് വൃത്തിയില്ലായ്മയായിട്ട് പറയണമെങ്കിൽ അയാളുടെ ഏതെങ്കിലും കാര്യം പറഞ്ഞല്ലേ വൃത്തിയില്ലായ്മ പറയാൻ പറ്റത്തുള്ളൂ. അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പം റെനെ ഫാത്തിമയെ പറ്റി നമ്മൾ ആദ്യം നോറയും പറഞ്ഞത്, റെന തുണി നനച്ച് കഴിയുമ്പോൾ അത് പിഴിയാറില്ല, വെള്ളം ഇങ്ങനെ ഇറ്റി വീഴും, അങ്ങനെയാണ് വൃത്തിയില്ലായ്മയെ പറ്റി പറഞ്ഞത്. അതുപോലെ റെന പറഞ്ഞത്, നോറയും ആദിലിനെ പറ്റി പറഞ്ഞത്, അത് പൊളിഞ്ഞു പോയെങ്കിലും ദോശയ്ക്കകത്ത് മുടി വീണു, അതാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും വൃത്തിയില്ലായ്മയെ പറ്റി പറയാം. അതിനുവേണ്ടി ഈ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ രേണുവിൻ്റെ മുഖത്ത് നോക്കി അത് പറയാൻ പാടില്ല, രേണു അല്ലാതെ വേറെ ഒരാളുടെ പേര് പറയരുതല്ലോ. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഈ 18 മത്സരാർത്ഥികളും ഒരാൾ വൃത്തിയില്ലായ്മയെ പറ്റി പറഞ്ഞു കാണും, അത് കൃത്യമാണ്. അപ്പം രേണുവിൻ്റെ കാര്യം, രേണുവിൻ്റെ ഒരു തെറ്റ്, രേണുവിൻ്റെ ഒരു വൃത്തിയില്ലായ്മ രേണുവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല എന്ന് പറയുന്നത് യാതൊരു ന്യായീകരണവുമില്ല. അതുപോലെ ഈ പറഞ്ഞവരൊക്കെ തന്നെ പലപ്പോഴായിട്ട് അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അനു പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് അനു രേണുവിനെ ഈ കാര്യം അറിയിക്കും. നാളെ രേണുവിന് ഇത് തിരുത്താനുള്ള അവസരമാണ്. ബാക്കിയുള്ളവർ ചെയ്തതോ രേണു അറിയാതെ രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പക്ഷേ നാട്ടുകാർ മൊത്തം കാണുകയും ചെയ്യും. ചിലവർ പറയുന്നത് കണ്ടു, ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ അടക്കം പറയുന്നതും ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ എല്ലാം പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം രേണു ചെയ്യുന്നതും അനു ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും എല്ലാം ഒരേ കുറ്റമല്ലേ. എന്നിട്ടാണ് വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, രേണു എന്ന് പറയുന്ന മത്സരാർത്ഥി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ പറ്റി എന്തൊക്കെ പറഞ്ഞില്ലേ. ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുവാണെങ്കിൽ ജാസ്മിനെ പറഞ്ഞ പോലെ വേറെ ആരെയും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ മൊത്തം ഇട്ട് അലക്കുമായിരുന്നു. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ജാസ്മിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടും ജാസ്മിൻ ആ സീസൺ മൊത്തം നിന്ന് കളിക്കുകയും അതുപോലെ ഫൈനലിൽ വരികയും ചെയ്തു. അതാണ് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് വേണ്ടത്. അല്ലാതെ എന്നെപ്പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എൻ്റെ ശ്രുതി എന്ന എൻ്റെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം പല്ലവി. ഇത് മാത്രമാണ് രേണു കൊടുക്കുന്ന കണ്ടൻറ്റ്. രേണു സ്ഥിരം കൊടുക്കുന്നൊരു കണ്ടൻറ്റാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കരച്ചിലായി, എനിക്ക് ഈ വീട്ടിൽ പോകണം, എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയില്ല, എൻ്റെ മക്കൾ, എൻ്റെ ശ്രുതിയാണ് എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ആവർത്തന വിരസത ഉണ്ടാകും എന്ന് 100% ഉറപ്പാണ്. രേണുവിന് മുന്നോട്ട് പോക്കിന് ഇത് നന്നായി ബാധിക്കുകയും ചെയ്യും. പക്ഷേ അനുവിനെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു, അനു ഒന്ന് പതുങ്ങി. പക്ഷേ അന്ന് കൃത്യമായിട്ട് രേണുവിൻ്റെ മുഖത്ത് നോക്കി അനു തന്നെ പറഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് തൻ്റെ ഇടം തന്നെ വേണം. അല്ലാതെ മറ്റുള്ളവരെ പറ്റി അവർ കേൾക്കാതെ, അവർ കാണാതെ എവിടെങ്കിലും മൂലയ്ക്ക് മാറി എന്ന് സംസാരിക്കുന്നതല്ല ഈ ബിഗ് ബോസിൻ്റെ ഒരു രീതി. എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറയുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കണ്ടൻറ്റ് വെച്ചായിരിക്കും ഒരുപക്ഷെ മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴൊക്കെ ഇനി ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും രേണുവിനെ. അപ്പോൾ ഇപ്പോഴേ തന്നെ രേണു വീട്ടിൽ പോകണം, അല്ലാതെ എനിക്ക് കരച്ചിലായി വീഴ്ചയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ രേണുവിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ സംഭവിച്ചു കൊടുത്തേ പറ്റൂ. കാരണം
ഇതൊക്കെ കേട്ടിട്ടും ജാസ്മിൻ ഫൈനൽ വരെ കളിച്ചു എന്നുള്ളതാണ്. അത് രേണു കണ്ടു പഠിക്കണം. രേണു ആ ഫീഫണൊക്കെ കണ്ടു കാണുകയില്ല അല്ലേ, കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. രേണുവിനെ ഇനി കുറച്ചും കൂടെ അടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും രേണു നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ രേണുവിനെ ഇപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ രേണുവിനെ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് നല്ലത്. കാരണം ബിഗ് ബോസ് അല്ലെങ്കിൽ തീരുമാനിക്കുക, അല്ലെങ്കിൽ ലാലേട്ടനോട് പറയാം, ലാലേട്ട എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഫീഫണൊന്നും കാണാതെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതുപോലെ കണ്ടൻ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് കൊണ്ട് വലിയ കാര്യമില്ല. കാരണം ഈ കരച്ചിലും പിരിച്ചിലും കൊണ്ട് ആൾക്കാർ മടുക്കും. ഇതേപോലെ മുന്നോട്ട് പോകാനാണെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തി താമസിക്കുക തന്നെ പുറത്താകുകയും ചെയ്യും. ഏതായാലും അനുവിൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായിരിക്കുന്നു. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അനു ആയതുകൊണ്ട് എതിർക്കുന്നത് കണ്ടു. അത് അവരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. ഓക്കെ, ബൈ.